നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിൻ്റെ ഓണത്തിൻ്റെ പരീക്ഷ നാളെയാണ്. അന്നേരം നിങ്ങൾക്ക് 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഫുൾ ആൻസേഴ്സ് ചെയ്തേക്കുന്ന വീഡിയോ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് 2 മണിക്കൂറിനകത്തേ ഉള്ളൂ. 4 ചാപ്റ്ററോടെ പ്രധാനപ്പെട്ട ആദ്യത്തെ 4 ചാപ്റ്ററാണ് പരീക്ഷയ്ക്കുള്ളത്. അതിൻ്റെ ഫുള്ള് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫുൾ നോട്ട്സ് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഫുൾ സിമ്പിളായിട്ടുള്ള നോട്ട്സ് തന്നിട്ടുണ്ട്. അതിന് മുമ്പേ ഇതെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം നിങ്ങൾക്ക് വേണ്ട വീഡിയോസിൽ പറയുക, അത്യാവശ്യമുള്ള വീഡിയോസിൽ പറയുക. എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചുകൊണ്ട് പോകേണ്ട ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്ന ടോപ്പിക്കുകൾ ഞാനിപ്പോൾ ഒന്ന് പെട്ടെന്ന് പറയാം. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആണ് ഇതെല്ലാം. നിങ്ങളിത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. നമ്പർ 1 ഗോസസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻസ് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഗോസസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻസ്. ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിൻ്റെയും ഇക്വിറ്റോറിയൽ ലൈനിൻ്റെയും ഡിറൈവ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും പഠിച്ചുകൊണ്ട് പോയിരിക്കണം. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതിനകത്ത് 4 പ്രോപ്പർട്ടീസും പഠിക്കുക. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നിർബന്ധമായിട്ടും പഠിക്കുക. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നിർബന്ധമായിട്ട് പഠിക്കുക. Q = ± NE. അതിൻ്റെ പ്രോബ്ലം Q = ± അങ്ങ് മാറ്റിയാൽ മതി. Q = NE. പിന്നെ ഡൈലക്ട്രിക് പോളറൈസേഷൻ എന്താണെന്നും പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് എന്താണെന്നും പഠിക്കുക. അത് കൃത്യമായിട്ട് പഠിക്കുക. ഡൈലക്ട്രിക് പോളറൈസേഷൻ, പോളാർ മോളിക്യൂൾസ്, നോൺ പോളാർ മോളിക്യൂൾസ്, അതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ് ഓട്ടോമാറ്റിക്കായിട്ടും പഠിക്കേണ്ടതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് കുളംസ് ലോ ഡിറൈവ് ചെയ്ത് പഠിക്കുക. വെക്റ്റർ ഫോം പഠിക്കുക. പിന്നെ ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും വളരെ ഈസിയാണത്. പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഡൈപോൾ മൊമെന്റ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇത് നിങ്ങൾക്ക് നല്ല മാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നല്ല മാർക്ക് ഉറപ്പിക്കാം. അന്നേരം നിങ്ങൾ ഈ നേരത്തെയുള്ള വീഡിയോസും കണ്ടു നോക്കുക. ഇത് കാണാതെ പോവുകയും ചെയ്യരുത്. ഏത് സ്കൂൾ അധ്യാപകരാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കും. അന്നേരം അടുത്ത ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് വരാം. വളരെ ഷോർട്ട് വീഡിയോസാണ്, കാണാതെ പോകരുത്. നെവർ എവർ ഗീവ് അപ്പ്.